JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹുവിൻ്റെ കാര്യങ്ങൾ. ഞാനൊരു വീഡിയോയിൽ ആമുഖമായ ചില കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തു. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹു ദശയെ സംബന്ധിച്ചും അവതാരത്തെ സംബന്ധിച്ചും രാഹുവിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന്. ഇപ്പോൾ ഈ വീഡിയോയിൽ രാഹു ദശയെക്കുറിച്ചും അതിൻ്റെ അപഹാരങ്ങളെക്കുറിച്ചും അത് കണ്ടുപിടിക്കുന്നതിനാണ് അതിൻ്റെ ഗുണദോഷം എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ അത്ര ചെറുതല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ 18 വർഷം എന്ന് പറയുന്നത്. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഹുദശ അനുഭവപ്പെടുന്നത് ജന്മശിഷ്ട ദശയായിട്ടാണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ അവർ രാഹുദശയിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ എത്ര ഭാഗം കഴിഞ്ഞു അതിൻ്റെ ബാക്കിയാണ് വരുന്നത്. അപ്പോൾ 18 വർഷമൊന്നും അവരുടെ ജീവിതത്തിൽ ജനനം മുതൽ രാഹുകാലം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും, ചിലപ്പോൾ 18 വർഷത്തിന് അടുത്ത് വരെയും ഉണ്ടായിരിക്കും. രാഹുദശയെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുദശയുടെ അവസാന കാലം മിക്കവാറും ദോഷപ്രദമായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാവസാന കാലവും മെച്ചമായിരിക്കില്ല. ഇപ്പോൾ രാഹുവിനോട് യോഗം ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുകയാണ്, ആ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണെങ്കിലും അതിൻ്റെയും അവസാന കാലം അത്ര മെച്ചമായിരിക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. രാഹുദശ കഴിഞ്ഞു, വ്യാഴദശ തുടങ്ങുമ്പോൾ അങ്ങനെ വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഒരു ദശ കഴിഞ്ഞു, അടുത്ത ദശ തുടങ്ങുന്നു. അങ്ങനെ നക്ഷത്രദശ വരുമ്പോൾ രാഹുവിൻ്റെ അവസാന കാലവും രാഹുദശ അവസാനിക്കുന്ന സമയവും വ്യാഴദശ തുടങ്ങുന്ന സമയവും ചേരുന്നതിന് രാഹു ഗുരു ദശാസന്ധി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേരുന്ന സന്ധി. ഈ സമയത്ത് പുരുഷന്മാർക്ക് ഗുണകരമേ അല്ല. കാരണം രാഹുദശയുടെ അവസാനവും വ്യാഴദശയുടെ തുടക്കവും പുരുഷന്മാരെ സംബന്ധിച്ച് അത്ര മെച്ചമുള്ള ഒരു കാലഘട്ടമായിരിക്കും. ഇനി അതുപോലെയാണ് ചൊവ്വാദശയുടെ അന്ത്യവും രാഹുദശയുടെ തുടക്കവും. കാരണം ചൊവ്വാദശ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നക്ഷത്രദശയാണ് രാഹുദശ. അപ്പം ഇങ്ങനെ രണ്ടും കൂടി ചേർന്ന് വരുന്ന ചൊവ്വാദശയുടെ അവസാന ഘട്ടവും അതുപോലെ തന്നെ രാഹുദശയുടെ ആരംഭഘട്ടവും ചേർന്ന് വരുന്ന സമയം അത് സ്ത്രീക്കായാലും പുരുഷനായാലും അത് ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ലഗ്നാധിപൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും ലഗ്നാധിപൻ്റെ ദശ അത് ഗുണകരമായിരിക്കും. അഷ്ടമാധിപനോട് ചേർന്ന് നിൽക്കുന്ന രാഹുവിൻ്റെ ദശയും അപഹാരവും ദോഷപ്രദമായിരിക്കും. എന്നാൽ ലഗ്നാധിപൻ അഷ്ടമാധിപൻ കൂടിയായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ആ ദശാകാലം അതുപോലെ അപഹാരകാലമൊന്നും അത്ര മോശകരമൊന്നും ആയിരിക്കുകയില്ല. ഇനി ദശാനാഥൻ്റെ, ഇപ്പോൾ രാഹുദശയാണല്ലോ, രാഹുദശ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ദശാനാഥൻ്റെ 6, 8, 12 ഭാവങ്ങളിൽ രാഹു നിൽക്കുന്ന ഭാവത്തിൻ്റെ 6-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അപഹാരകാലവും അത്ര മെച്ചമൊന്നും ആയിരിക്കുകയില്ല. ഏത് ഗ്രഹത്തിൻ്റെ അപഹാരകാലം അറിയാനും പ്രത്യേകിച്ച് രാഹുദശയിൽ, നമ്മൾ രാഹുദശയെക്കുറിച്ചാണല്ലോ പറയുന്നത്, രാഹുദശയിലെ അപഹാരകാലം അറിയാൻ എന്താണ് മാർഗം എന്ന് പലരും ചിന്തിക്കും. അത്തരം ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ചില കാര്യങ്ങളും കൂടി പറയാം. ദശാവർഷവും ഇപ്പോൾ രാഹുദശയാണെങ്കിൽ രാഹുദശ 18 വർഷമാണ്. ആ രാഹുദശയുടെ വർഷവും അപഹാരനാഥൻ ആരാണോ അവരുടെ വർഷവും തമ്മിൽ ഗുണിച്ചിട്ട് ഏറ്റവും വലത്തെ അറ്റത്തുള്ള സംഖ്യ ആ ഗുണനഫലത്തിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ദിവസം. അതായത് ആ 3 കൊണ്ട് ഗുണിക്കുന്ന സംഖ്യ എത്രയാണോ അത്രയും ദിവസം അതിന് അപഹാരമായിരിക്കും. ബാക്കിയുള്ള അക്കം എന്ന് പറയുന്ന സംഖ്യ മാസമായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ആ മാസത്തെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ വർഷം കിട്ടും. അപ്പോൾ വർഷത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് മാസമായിട്ട് കണക്കാക്കണം. അങ്ങനെ വർഷവും മാസവും ദിവസവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാഹുദശയിലെ രാഹുവിൻ്റെ അപഹാരകാലമാണ് നമുക്ക് അറിയേണ്ടതെന്ന് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ രാഹുദശ 18 വർഷമാണ്. അപഹാരകാലവും രാഹു ആയതുകൊണ്ട് അതും 18 എന്ന സംഖ്യ തന്നെയാണ് വരുന്നത്.
അപ്പോൾ 18 ഗുണം 18, 18നെ 18 കൊണ്ട് ഗുണിക്കുക. 18 കൊണ്ട് ഗുണിക്കുമ്പോൾ 324 എന്ന 3 അക്കമുള്ള ഒരു സംഖ്യ കിട്ടും. ആ അവസാനത്തെ സംഖ്യ, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 4ആണ്. ആ 4നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 കിട്ടും. ഈ 12 എന്നതാണ് ദിവസം. ഈ 3 അക്ക സംഖ്യയിൽ 324 4 മാറ്റുമ്പോൾ കിട്ടുന്ന ബാക്കിയുള്ള 2 സംഖ്യ എന്ന് പറയുന്നത് 32, 32 എന്ന 2 സംഖ്യ. അതിനെ 32 എന്ന് കിട്ടും. ഈ 32 എന്ന സംഖ്യയെ നമ്മൾ മാസമാക്കുമ്പോൾ 12 കൊണ്ട് ഹരിക്കണമല്ലോ. അപ്പോൾ 12 12 24, 24 മാസം കിട്ടി. 24 മാസവും ബാക്കി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 8ആണ് വരുന്നത്. അപ്പോൾ 22 വർഷവും 8 മാസവും അതുപോലെ തന്നെ 12 ദിവസവും ആണ് രാഹുദശയിലെ രാഹുവിൻ്റെ അപഹാരകാലം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ആർക്കും കണ്ടുപിടിക്കാം. ഇനിയും രാഹുദശയിൽ രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ രാഹുദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലം കണ്ടുപിടിക്കാൻ രാഹുദശ 18 വർഷം, വ്യാഴത്തിൻ്റെ നക്ഷത്രദശ എന്ന് പറയുന്നത് 16 വർഷമാണ്. അപ്പോൾ 16ഉം 18ഉം ഗുണിക്കുമ്പോൾ 288 എന്ന് 3 അക്ക സംഖ്യ കിട്ടും. ഇതിൽ അവസാനത്തെ സംഖ്യ 8ആണല്ലോ, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 24 എന്ന് കിട്ടും. അപ്പോൾ 24 ദിവസം എന്ന് കിട്ടി. പിന്നെ 8 മാറ്റുമ്പോൾ വരുന്ന 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് 28. 288ൻ്റെ വലത്തെ അറ്റത്തെ 8 മാറ്റുമ്പോൾ കിട്ടുന്ന 28 എന്ന് പറയുന്ന ആ സംഖ്യ മാസത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 28 മാസം ഉണ്ട്. ആ മാസത്തെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ 2 വർഷം എന്ന് പറയുമ്പം 24 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 4 മാസമാണ്. 24 4 28. അപ്പോൾ 2 വർഷവും 4 മാസവും 24 ദിവസവുമാണ് രാഹുദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലം എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ദശയിലെയും ഓരോ അപഹാരങ്ങളെയും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ ജ്യോത്സ്യന്മാരുടെ ഒന്നും പുറകെ നടക്കണ്ട. ഇനി രാഹുദശയിൽ ഗുണവും ദോഷവും അനുഭവപ്പെടുന്ന കാലഘട്ടം വരും. എന്നാൽ 3, 6, 11 ഭാവത്തിലെ രാഹുവിൻ്റെ ദശ വളരെയേറെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും പാപയോഗം ചെയ്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശയും ഗുണകരമായിരിക്കണമെന്നില്ല. രാഹുദശയിലെ രാഹു അപഹാരകാലം 2 വർഷം 8 മാസം 12 ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഫലം നമ്മൾ ചിന്തിക്കുമ്പോൾ വിഷഭയം, നീരിളക്കം, പരസ്ത്രീ ബന്ധം, സ്വജനങ്ങൾക്ക് ഹാനി, ദുഷ്ടരുടെ ഉപദ്രവം, ധനനഷ്ടം, അന്യദേശവാസം, ഇങ്ങനെയൊക്കെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ അനുകൂല ഭാവത്തിലാണെങ്കിലോ ഇത്തരം ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നല്ല ഫലങ്ങൾ ഈ രാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. അത് രാഹു ഏത് ഭാവത്തിലാണ്, ഏത് ഗ്രഹത്തോടു കൂടി ചേർന്നാണ് നിൽക്കുന്നത്, ഏത് ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോട് ചേർന്നാണ് നിൽക്കുന്നത്, എത്രാം ഭാവത്തിലാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മോശപ്പെട്ട ഒരു സ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ രാഹുവിൻ്റെ അപഹാരകാലം മെച്ചപ്പെടുന്നതിന് അല്ലെങ്കിൽ ആ ദോഷം മാറുന്നതിന് ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിൽ, സർപ്പാരാധനയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തുകയോ അതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾക്ക് കുറവ് സംഭവിക്കും. ഇനി വ്യാഴത്തിൻ്റെ അപഹാരകാലമാണ് രാഹുദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലം എന്ന് പറഞ്ഞ് 2 വർഷം 4 മാസം 24 ദിവസം. ആ കാലഘട്ടത്തിലാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകാം, സ്ത്രീസംഗമം ഉണ്ടാകാം, ദേവബ്രാഹ്മണ പൂജ, തീർത്ഥാടനം, പുണ്യസ്ഥലം സന്ദർശിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ ഈ വ്യാഴത്തിൻ്റെ അപഹാരത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഇനി വ്യാഴദശ ശനിയുടെ അപഹാരകാലമാണെങ്കിലോ വാതപിത്ത സംബന്ധമായ രോഗം ഉണ്ടാകുക, ദേഹാരിഷ്ട ഉണ്ടാകുക, പുത്രന്മാരോടും ഭാര്യയോടും സഹോദരങ്ങളോടുമൊക്കെ ഒരുതരം കലഹം ഉണ്ടാകുക, ഭൃത്യജനങ്ങൾക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുക, അന്യദേശവാസം, ഇങ്ങനെയൊക്കെയുള്ള മോശപ്പെട്ട ചില അനുഭവങ്ങൾ ശനിയുടെ അപഹാരകാലത്ത് രാഹുദശയിൽ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ശനിയുടെ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ
എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തുകയും അതുപോലെ നീരാജനം നടത്തുകയോ കർപ്പൂരം കത്തിച്ച് തൊഴുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇനി രാഹുദശയിൽ ബുധൻ്റെ അപഹാരകാലമാണെങ്കിൽ പുത്രലാഭവും ധനലാഭവും ബന്ധുക്കളുടെ ആഗമനവും മനസ്സിന് ഉത്സാഹവും പ്രവർത്തികളിൽ വിജയവും അതുപോലെ തന്നെ ആഭരണ അലങ്കാരങ്ങളും രാജപ്രസാദവും എന്ന് പറഞ്ഞാൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഗുണാനുഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകും. അത്തരത്തിലെല്ലാം വളരെ മോശപ്പെട്ട നിലയിലാണ് ബുധനും രാഹുവും നിൽക്കുന്നത്. നീചരാശിയോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ബുധനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വിഷ്ണുവിൻ്റെ സൂചനയാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുക, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷഫലം ഉണ്ടെങ്കിൽ അതിന് കുറവ് വരികയും ചെയ്യും. ഇനി രാഹുദശയിൽ കേതുവിൻ്റെ അപഹാരകാലം നോക്കുമ്പോൾ ജ്വരം കൊണ്ടും അഗ്നി കൊണ്ടും ആയുധം കൊണ്ടും ശത്രുക്കളെ കൊണ്ടും ശരീരത്തിന് വിറയലും അതുപോലെ തന്നെ ഉപദ്രവവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. ദേഹക്ഷത ഉണ്ടാകുക, ദേഹപീഡ വരിക, ബന്ധുക്കളോട് വിരോധം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ സന്താനങ്ങളുമായിട്ടൊക്കെ ചില അകൽച്ചയും അതുപോലെ സന്താനഹാനിയും കുട്ടികളൊക്കെ ഉണ്ടാകാതിരിക്കുന്നവർക്കും അതുപോലെ ഗർഭിണിയായിട്ടിരിക്കുന്നവർക്കുമൊക്കെ ആ ഒരു മോശമായ ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കേതുവിൻ്റെ അപഹാരകാലത്തിൽ ഉണ്ടാകാം. ഇനി രാഹുദശയിൽ ശുക്രൻ്റെ അപഹാരകാലമാണ് വരുന്നത് എങ്കിൽ ഭാര്യാലാഭം, അതായത് വിവാഹത്തിനുള്ള ഏറ്റവും നല്ല സാധ്യതയുള്ള കാലഘട്ടം എന്ന് പറയും. കാരണം രാഹു പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ്, പ്രേമത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രനും സ്ത്രീകളെ സൂചിപ്പിക്കുന്നതും സുഖത്തെ സൂചിപ്പിക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വിശദീകരിക്കുന്നില്ല. വിവാഹം, ശയനോപകരണങ്ങൾ, അതുപോലെ സുഖസംബന്ധമായ കാര്യങ്ങൾ, വാഹനം, പുസ്തത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രം, ഇതുമായിട്ടൊക്കെയുള്ള പല കാര്യങ്ങളുടെയും ഗുണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. വളരെ സന്തോഷപ്രദമായും സുഖകരമായിട്ടുമുള്ള ഒരു ജീവിതമായിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ശുക്രൻ വളരെ മോശമായ അവസ്ഥയിലാണ് ജാതകത്തിൽ ഉള്ളത് എങ്കിൽ അവരുടെ രാഹുദശയിലെ ശുക്രാപഹാരം അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ ലക്ഷ്മി പൂജയൊക്കെ നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. രാഹുദശയിൽ സൂര്യൻ്റെ അപഹാരകാലമാണെങ്കിൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം, കണ്ണുകളിൽ വ്യാധി, വിഷം, അഗ്നി, ആയുധം, ഇതുകൊണ്ടൊക്കെയുള്ള ഉപദ്രവങ്ങൾ, അതുപോലെ ഭാര്യയും പുത്രന്മാരും അവരുമായിട്ടൊക്കെ ഒരു കലഹം, ചിലപ്പോൾ രോഗം, ചിലപ്പോൾ കഷ്ടത, ഇങ്ങനെയൊക്കെയുള്ള കാലം. അതുപോലെ തന്നെ ദുഃഖങ്ങൾക്ക് എപ്പോഴും ഒരു ശമനമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്ന് പറയുമ്പം സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇവിടെ നമുക്കതിൻ്റെ ഫലത്തെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. അപ്പം നല്ല കുറേ കാര്യങ്ങളും വരാം, മോശമായ കാര്യങ്ങളും ഈ പറയുന്ന ആദിത്യൻ്റെ അപഹാരകാലത്ത്, രാഹുദശയിൽ സൂര്യൻ്റെ അപഹാരകാലത്ത് ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി രാഹുദശയിൽ ചന്ദ്രൻ്റെ അപഹാരകാലമാണ് അത് കഴിഞ്ഞു വരുന്നത്. ചന്ദ്രൻ്റെ അപഹാരകാലത്ത് ഭാര്യാനാശം എന്ന് പറയാൻ ചന്ദ്രൻ സ്ത്രീകളെയും മനസ്സിനെയും സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് രോഗമുണ്ടാകുക, ഭാര്യയ്ക്ക് ദുരിതമുണ്ടാകുക, അങ്ങനെയൊക്കെ മനോവിഷമം വരിക, കലഹം വരിക, കൃഷിയെ സംബന്ധിക്കുന്ന കാര്യത്തിലും അതുപോലെ പരാജയം വരിക, ധനം നഷ്ടപ്പെടുക, അതുപോലെ പശുവിനെ വളർത്തുകയോ അല്ലെങ്കിൽ പാലുൽപാദനം നടത്തിയ ഫാമൊക്കെ നടത്തുകയോ ചെയ്യുന്നവർക്ക് അവിചാരിതമായി അതിൻ്റെയൊക്കെ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതരത്തിലും മാനസികമായ പ്രയാസം നേരിടുക, ഇതൊക്കെ തന്നെ രാഹുദശയിൽ ചന്ദ്രൻ്റെ അപഹാരകാലത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് പണ്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ശാന്തിഹോമമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയും. എങ്കിലും ദേവീക്ഷേത്രങ്ങളിൽ ചന്ദ്രൻ സ്ത്രീയെ സൂചിപ്പിക്കുന്നതും ദേവതയിൽ ദേവിയെ സൂചിപ്പിക്കുന്നതും. അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, ദോഷം കുറയാൻ. ഇനി രാഹുദശയിൽ ചൊവ്വയുടെ അപഹാരകാലമാണ് അവസാനമായി വരുന്നത്. രാജാവിൽ നിന്നും അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ആയുധത്തിൽ നിന്നും ഭയമോ തത്തുല്യമായ ദുരിതങ്ങളോ രോഗങ്ങളോ അപകടങ്ങളോ സംഭവിക്കാം. സ്ഥാനഭ്രംശം, മനോദുഃഖം, അതുപോലെ തന്നെ ഹൃദയപീഡ അല്ലെങ്കിൽ മനപ്രയാസം, നേത്രരോഗം, ഇങ്ങനെയുള്ള പല കഷ്ടതകളും രാഹുദശയിലെ ചൊവ്വയുടെ അപഹാരകാലത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ്. അതുപോലെ ദേഷ്യം, കോപം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എടുത്തിച്ചാട്ടം, വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്ത് പ്രശ്നങ്ങളുണ്ടാകുക, ഇതെല്ലാം തന്നെ
അപകട സാധ്യതകൾ വരെ ഈ ചൊവ്വയുടെ അപഹാരകാലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളായിട്ടാണ് വരുന്നത്. അത് ഓജരാശിയിലാണ് സുബ്രഹ്മണ്യനും, ചൊവ്വ യുക്തരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെന്ന് സൂചിപ്പിക്കും. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ശിവനെ ഭജിക്കുകയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുറകിൽ വിളക്കോ ധാരയോ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളോ ഒക്കെ ചെയ്താൽ കുറേ ദോഷങ്ങൾ കുറഞ്ഞ് നമുക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ രാഹുദശയുടെ കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ വീഡിയോയിൽ നമ്മൾ രാഹുദശയും അപഹാരവും മാത്രമാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ പുറകെ പറയും. അപ്പോൾ ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും രാഹുദശയും രാഹുവും എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിശദീകരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി പ്രയോജനമാകുന്ന തരത്തിൽ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.